ഞങ്ങളെ സംബന്ധിച്ചോളം ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ബാപ്പുട്ടിക്ക എന്ന് ജനം തിരിച്ചു പറയും. സ്വരാജ് എന്ന് പറയുമ്പോൾ ആരാണ് സ്വരാജ് എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ കേട്ടതാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയം തന്നെ ഈ കഴിഞ്ഞുപോയ പ്രചാരണ കാലയളവിൽ ആകെ നിർണയിച്ചത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് LDFിന്റെ പ്രതിനിധി ശ്രീ ജേക്സി തോമസ് അവകാശപ്പെടുന്നത്. ഇപ്പോ എം സ്വരാജ് അവിടെ മത്സരിക്കുമോ, അല്ലെങ്കിൽ എം സ്വരാജിന് മത്സരിച്ചൂടെ എന്ന് വെല്ലുവിളി ഉയർത്തിയിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളും ഒരു ഘട്ടത്തിൽ. അവിടെ നിന്ന് ആ പ്രചാരണ കാലയളവിൽ ആകെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഗതിയെ നിർണ്ണയിക്കുന്ന തരത്തിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെയാണ് തെരഞ്ഞെടുപ്പ് തന്നെ വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുകയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും എന്ന നിലയ്ക്ക് മാറിയിരുന്നോ എന്ന് അവർക്ക് തോന്നുന്നതല്ലേ? സ്വരാജിന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്നതിന് അന്ന് രാവിലെ 11 മണി വരെ ആരെയൊക്കെ സന്ദർശിച്ചു, ആരുടെയൊക്കെ പുറകെ പോയി എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ അവകാശപ്പെടുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരാള് നിലമ്പൂർ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മാറേണ്ടി വന്നു എന്നുള്ളത് നിയോജകമായിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ബാപ്പുട്ടിക്ക എന്ന് ജനം തിരിച്ചു പറയും. പക്ഷെ സ്വരാജ് എന്ന് പറയുമ്പോൾ ആരാണ് സ്വരാജ് എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ കേട്ടതാണ്. അപ്പൊ അവിടത്തേക്ക് അതിനകത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒരു രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് വിലയിരുത്താൻ ചെറിയ രീതിയിലൊക്കെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഇപ്പോ കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആ മണ്ഡലത്തിൽ നിങ്ങൾക്ക് കൃത്യമായ വോട്ട് വിഹിതവും ഒക്കെ ഉണ്ട്. പക്ഷെ എം സ്വരാജിനെ ആരാണ് എന്നറിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ അജ്ഞതയുള്ളവരാണ് നിലമ്പൂരുകാർ എന്നൊക്കെ പറയാമോ? തീർച്ചയായിട്ടും. പോത്തുകല്ല് ഞാൻ ചോദിക്കട്ടെ, ഈ 2025 ജാനുവരിയിലല്ലേ അവിടെ വയനാട് അപകടമുണ്ടായി? അവിടുന്ന് ഈ ഇദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിന്റെ 252 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വീണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രി നടത്തിയത്, ജില്ലാ ആശുപത്രി നടത്തിയത്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും സ്വരാജിനെ കണ്ടോ? എവിടെയെങ്കിലും കണ്ടിരുന്നോ? വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച കരുളായിലെ മണിയെടുത്തും അല്ലെങ്കിൽ മൂത്തേടത്തെ സരോജിനിയുടെ വീട്ടിലും നിങ്ങൾ സ്വരാജിനെ കണ്ടിട്ടുണ്ടോ? സ്വരാജ് അവിടെ വന്നപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ്. ശരിയാണ്, ജനിച്ച നാട്ടിൽ സർപ്രൈസ് ആവുക എന്നുള്ള ഒരു ദുര്യോഗമാണ് അദ്ദേഹത്തിനുണ്ടായത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞില്ല, അത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് CPM അവകാശപ്പെടാം. പാർട്ടി വോട്ടുകൾ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് വേണം കാണാം. കാരണം ഇടത് മനസ്സുള്ള വോട്ടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ എങ്കിലും പിടിച്ചു നിർത്തില്ലെങ്കിൽ അപമാനിതരാവും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് അതിലെതിരെ അഭിപ്രായത്തില്ല. സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും കൂടി രാഷ്ട്രീയമായ പോരാട്ടമാക്കി തന്നെ മാറ്റാലോ പാർട്ടിയായിട്ട്. അല്ലാണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിലയിരുത്തേണ്ട ഘട്ടത്തിലേക്ക് പോകാതെ എനിക്ക് ഇവിടെ സൂചിപ്പിച്ച് നോക്കൂ. 9.5 വർഷത്തെ അത്ഭുതപരമായ നേട്ടങ്ങൾ. എന്താണ് ആ അത്ഭുതം? ആ അത്ഭുതം കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ 500 കോടി രൂപ പദ്ധതി വിധം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, നിലമ്പൂർ ആദിവാസി സമൂഹം ഒട്ടേറെ ഉണ്ട്. ആ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട 112 കോടി രൂപ വെട്ടിക്കളഞ്ഞു എന്നാണ് രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം എന്താ? വന്യമൃഗാക്രമണത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെടുത്ത് അവിടെ ഒരു തരത്തിൽ പരമ്പരാഗതമായ രീതിയിലോ ആധുനികമായ രീതിയിലോ ഒരു പ്രവർത്തനവും നടത്താതെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ വെറും 25-30 കോടി രൂപ മാത്രം ചെലവാക്കിയിട്ട് മനുഷ്യനെ മരണത്തിന്റെ വിധിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മൂന്നാമത്തെ അത്ഭുതം. പിന്നെ അദ്ദേഹം പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പുതിയ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചെമ്പൂച്ചിറ മറക്കരുത്. 3.25 കോടി രൂപ ചെലവാക്കി ചെമ്പൂച്ചിറ വീടിനോട് സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ അതെങ്ങനെയാണ് തകർന്നു വീണത് എന്ന് മറക്കരുത്. എനിക്ക് എന്തായാലും സന്തോഷമുണ്ട്. ജയ്ക്ക് ഈ ദേശീയപാത എന്ന് പറയുന്ന അത്ഭുതത്തെ കുറിച്ച് പറയുന്നില്ല. CPMന്റെ പ്രതികളൊക്കെ ആ അത്ഭുതം മറന്നുപോയി. 8ാമത്തെ അത്ഭുതമാക്കി പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ നിന്നതാണ്. പക്ഷെ ആ 8ാമത്തെ അത്ഭുതം അവർ റദ്ദാക്കി കളഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. കാരണം മലപ്പുറത്ത് തന്നെയാണ് കോടിയാട്. അവിടെ ചെന്നാൽ പറയാം. ഇനി ഇന്നലെ രാവിലെ പോലും നമ്മൾ ഇത് തകർന്നു വീഴുന്ന സാഹചര്യം കണ്ടു. അപ്പോ ആ അത്ഭുതം ഇവരിപ്പോ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ്. പിണറായി വിജയന് 10 വർഷമാകുമ്പോൾ പോലും ആ 4 ലക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ശരി, ശ്രീ രാജ്കുമാർ.